ലഹരി വിഴുങ്ങുന്ന രാത്രികളെ പകലാക്കുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം കർഷകർ. 20 വർഷം മുൻപ് രൂപപ്പെട്ട ഗ്രീൻ കോട്ടവയൽ എന്ന കാർഷിക കൂട്ടായ്മയാണ് ഇവർക്ക് ലഹരി. കടുത്ത വെയിലിനെ മറികടക്കാൻ രാത്രികാലത്താണ് കൃഷിപ്പണികൾ. കോഴിക്കോട് ബ്യൂറോയിലെ വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓടാ നിങ്ങളത് എത്ര മയ്യേ എന്തിലേക്ക് നിങ്ങൾ നട്ടപ്പാല ആയിട്ടാണ് വരുന്നത്? ആ രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് വെയിലിന് ഭയങ്കര ചൂടാണല്ലോ. അതുകൊണ്ട് നമ്മൾ പരമാവധി രാത്രി സമയമാണ് ഇവിടെ ചിലവഴിക്കുന്നത്. രാത്രി ഒരു 10-11 മണി വരെയൊക്കെ ഇവരുണ്ടാവും. ഒരു 1 മണി വരെയൊക്കെ ഉണ്ടാകുന്ന ആളുണ്ട്. 2-3 പേർക്ക് രാത്രി 1 മണി വരെ ഉണ്ടാകുന്നുണ്ട്. പണിയും നടക്കുക രാത്രിയാണ്. എന്താ വെച്ചാൽ രാത്രി ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നിൽക്കി, പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉള്ളതിനെ കൊണ്ട് രാത്രി എല്ലാവരും കൂടി നനയും പണിയൊക്കെ. ഇത് പ്ലാത്താങ്കർ ചീരയാണ്. എല്ലാ വെറൈറ്റി ചീരകളും ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഒരു 10-15 വർഷമായിട്ട് ക്ലസ്റ്റർ ഇവിടെ രൂപീകരിച്ചാണ്. അതിൽ നമ്മളെ കൃഷ്ണമാഷ് TC കൃഷ്ണമാഷാണ് ഇതിൻ്റെ മെയിനൊരു ആള്. മുപ്പറാണ് നമ്മളെ വെള്ളത്തിൻ്റെ സൗകര്യവും പമ്പ് ഹൗസൊക്കെ ഒരു സ്വന്തം റിസ്കിലാണ് ഇതൊക്കെ നമുക്ക് വിട്ടിരുന്നത്. നമ്മൾ 10-20 പേരുള്ള ഒരു പച്ചക്കറി കൃഷി കൂട്ടായ്മയാണിത്. ഗ്രീൻ കോട്ടവയൽ എന്ന പേരിലാണ് നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നത്. ജൈവ പച്ചക്കറിയാണ്. അപ്പം നമുക്കിതിൽ ഭീഷണിയായി നിൽക്കുന്നത് ഇപ്പം അസമയത്ത് പെയ്യുന്ന മഴയാണ്. മഴ പെയ്യുമ്പോൾ അത് നമുക്കിതിൽ വെള്ളം നിന്നാൽ പച്ചക്കറി എപ്പടി നശിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ട്. ഇവിടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ തന്നെ വന്ന് വേറെ മാർക്കറ്റിങ്ങിൻ്റെ ഇതൊന്നുമില്ല. ഇവിടെ തന്നെ വന്ന് പിന്നെ ജനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നൊരവസ്ഥയുണ്ട്. പത്ത് 20 വർഷത്തോളമായി ഈ കൂട്ടായ്മ നിലനിൽക്കുന്നുണ്ട്. റിട്ടയർഡ് ഹാൻഡ്സ് ഉണ്ട്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്, പിന്നെ വീട്ടമ്മമാരുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. ഒരു കൂട്ടായ്മ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിൽ തണ്ണിമത്തം ചെയ്താണ്. ഇതിനകത്ത് വളവും കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡ്രിപ്പിൻ്റെ പൈപ്പ് പോകുന്നുണ്ട്, നന പോകുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് മോട്ടർ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ 30 സെൻറ്റ് സ്ഥലത്ത് ഒരേ സമയം നനയും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളിപ്പോൾ നട്ടിട്ട് ഏതാണ്ട് ഒരു മാസത്തിൻ്റെ അടുത്ത് വളർച്ചയായതാണ്. ചെറുങ്ങനെ മെടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മാസം കൊണ്ട് കായ് പറിക്കുന്ന പാകത്തിലേക്ക് ആയിക്കിട്ടും. എല്ലാ കൃഷിയും കുറേശ്ശെ ഇവിടെ ഉണ്ട്. വെണ്ട, പിന്നെ പയർ, വെള്ളരി, കൊത്തവര, കക്കിരി എല്ലാം ഇതിൽ പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടിയുള്ളൊരു കൃഷിയാണ്. വീട്ടിലെ പണി കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. ചക്ക ഞാൻ പുഴുങ്ങി കൊണ്ടുവരും, ചിക്കൻ വെച്ചു ഒക്കെ അല്ലേ വരുന്ന ഞായറാഴ്ച. എന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ ഇന്നൊരാൾ കൊണ്ടുവന്ന് നാളെ വേറെ ഒരാൾ കൊണ്ടുവരും. അങ്ങനെ എല്ലാവരുടെയാണ്. എല്ലാവരോടും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക. അതൊരു സുഖമാണ്. രാത്രി മറയാക്കി ലഹരി മാഫിയ നാടുവാഴുമ്പോൾ കോഴിക്കോട് പനങ്ങാട്ടെ ഒരു കൂട്ടം കർഷകർ രാത്രി തണലാക്കി കൃഷിയൊരുക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാർ, റിപ്പോർട്ടർ, കോഴിക്കോട്. ഞങ്ങളോട് പലരും ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്യാമറ പേഴ്സൺ അല്ലെങ്കിൽ ക്യാമറാമാൻ എന്ന് പറയാത്തത്? ഞങ്ങൾ വീഡിയോ ജേർണലിസ്റ്റ് എന്ന് ഉപയോഗിച്ചതിന്റെ കാരണം ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളുടെ KV മഹേഷ് കുമാർ ഒരു ജേർണലിസ്റ്റ് എങ്ങനെയാണോ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് അതിനൊപ്പമോ അല്ലെങ്കിൽ അതുക്കും മേലെയോ ആ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ വെൽ ഡൺ KV മഹേഷ് കുമാർ. നമുക്ക്